OnePlusന്റെ ഏറ്റവും പുതിയ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ വരുന്ന ഡിവൈസാണ് OnePlus 13s. ഇതിൻ്റെ ഒരു വളരെ ക്യുക്കായ റിവ്യൂ ആണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വളരെ മനോഹരമായ ഡിസൈനാണ്, മെറ്റൽ ബോഡിയാണ്, അതേപോലെ തന്നെ ഗ്ലാസ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും തന്നെ പ്രീമിയം മെറ്റീരിയൽസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കിഡിലമാണ്, അതിൽ ഒരു സംശയമില്ല. എന്നാൽ ഇവിടെ ഒരു പോരായ്മ എന്താ വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിട്ടും IP68 കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. IP65 ഉള്ളതാണ് ഒരു പോരായ്മ. എന്നാലും ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈൻ ലാംഗ്വേജും നല്ലതാണ്. വളരെ കോമ്പാക്ട് എക്സ്പീരിയൻസ് ആണ് OnePlus 13s ഓഫർ ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് വളരെ നല്ല ഒരു ബ്രൈറ്റ് AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റാണ്, നല്ല കളേഴ്സ് ആണ്, റിച്ച് ടോൺസ് ആണ്. കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ആയ പോലെ തന്നെ നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കോംപ്രമൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മൂന്നാമത്തത് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ Android 15, Oxygen OS 15 അതും നല്ലതാണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്, അതും നല്ല കാര്യമാണ്. അപ്പോൾ കിടിലം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. OnePlusന്റെ Oxygen OSന്റെ കാര്യം ഞാൻ പറയണ്ടത്, നല്ല സ്മൂത്ത് ആനിമേഷൻസ് എല്ലാം തന്നെ വളരെ നല്ലതാണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്കും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ നോ കോംപ്രമൈസ് ആണ്. Snapdragon 8 Elite ആണ്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് വരുന്ന LPDDR5X RAM, UFS 4.0 ആണ്. നല്ല തെർമൽ മാനേജ്മെന്റ് ആണ്, ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ നല്ല ഓവറോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസിന് ഒപ്പം തന്നെ നല്ല ഒരു തെർമൽ മാനേജ്മെന്റ്, നല്ലൊരു പെർഫോമൻസും ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് OnePlus 13s. അപ്പോൾ അതിലും കോംപ്രമൈസസ് ഒന്നുമില്ല. ഇനി ക്യാമറയിൽ വരുമ്പോൾ ഇവിടെ ഒരു കോംപ്രമൈസ് ഉണ്ട്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 MP ഡ്യുവൽ ക്യാമറയാണ്. ടെലിഫോട്ടോ ലെൻസേ ഉള്ളൂ. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയാണ്. എന്നാൽ പ്രൈമറി ക്യാമറയും സെക്കൻഡറി ക്യാമറയും നല്ല എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ വേറൊരു പോരായ്മ എന്താ വെച്ചാൽ പോർട്രേറ്റ് വെറും 2x മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അതായത് ടെലിഫോട്ടോയിൽ 2x മാത്രമേ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുള്ളൂ, പ്രൈമറി ക്യാമറയിൽ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റില്ല. അതാണ് ഒരു പോരായ്മ. സെൽഫി ക്യാമറയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് 5800 mAh ബാറ്ററിയും അതിനൊപ്പം തന്നെ 80 W സൂപ്പർ വോക്ക് ചാർജിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല. നല്ല ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല സൂപ്പർ ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് കിട്ടുന്നത്. എന്നാൽ ഒരു കോംപ്രമൈസ് എന്താ വെച്ചാൽ ഇത്രയും പ്രൈസുള്ള ഫോണായിട്ടും വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കോംപ്രമൈസ്. അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് 49,999 അതാണ് ഇതിൻ്റെ വില. ആ വിലയ്ക്ക് നല്ലൊരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ആണ് OnePlus 13s. അപ്പോൾ ഇതാണ് OnePlus 13sന്റെ പ്രോസ് ആൻഡ് കോൺസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.